Namaskaram. Are you fine? Okay. Last class we discussed money. What is money? Evolution of money, functions of money, and primary function, secondary function. Next day, the topic demand for money. Demand for money is classical approach, Keynesian approach, post Keynesian approach. എല്ലാം പഠിച്ചിട്ടില്ലേ? യെസ്. ഓക്കെ, അന്ന് നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ബാങ്കിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്. ഇപ്പോൾ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നത് ബാങ്ക് എന്താണെന്ന് അറിയണം. വാട്ട് യു മീൻ ബാങ്ക്? ബാങ്ക് എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ an institution keeping money and lending money, അല്ലേ? പണം റിസീവ് ചെയ്യുന്നതും അതേപോലെ ലെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. സിമ്പിളായിട്ട് പറഞ്ഞ് നമുക്കൊക്കെ അറിയാം, സാധാരണ നമുക്കൊക്കെ പരിചയമുള്ളതാണ് ബാങ്ക്. ബാങ്കാണ് വായ്പ നൽകുന്നു, അതേപോലെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, കടം കൊടുക്കുന്നു. ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് ഇപ്പോൾ വേദകാലഘട്ടം മുതൽ തന്നെ ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ രീതിയിലല്ല എങ്കിലും പണം കടം കൊടുക്കുന്ന രീതിയോ വാങ്ങുന്ന രീതിയും ഉണ്ടായിരുന്നു. വേദകാലഘട്ടത്തിലെ മനുവിൻ്റെ മനുസ്മൃതിയിലും അവിടെ നമ്മുടെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ ഇങ്ങനെ ബാങ്കിനെ കുറിച്ചിട്ടുള്ള സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. മുഗൾ ഡൈനാസ്റ്റി പീരീഡിലെ ഔറംഗസേബ് വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കറായിരുന്നു. മോഡേൺ ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ ആരംഭിച്ചത് 18ാം സെഞ്ചുറിയിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഒരു കമേഴ്ഷ്യൽ സിസ്റ്റമൊക്കെ അഡോപ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇന്ത്യയിലെ ആദ്യം സ്ഥാപിച്ച ബാങ്കായിരുന്നു ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് ബാങ്ക് സ്ഥാപിച്ചത്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അതിനുശേഷം ബാങ്ക് ഓഫ് മദ്രാസ്, ബോംബെ, പഞ്ചാബ് തുടങ്ങിയ ബാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ ആ ബാങ്കിൻ്റെ റിവല്യൂഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ബാങ്ക് എന്താണ്, അതായത് ബാങ്ക് എന്തെല്ലാം ഫങ്ഷൻസ് ചെയ്യുന്നു അല്ല, ഓർ ബാങ്കിൻ്റെ റോൾ ഓഫ് ബാങ്ക്സ്, ബാങ്കിൻ്റെ പങ്ക് എന്താണ്. ഇന്ന് ജീവിതത്തിലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക്. എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് ബാങ്ക്. പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ, അതായത് ഡെയിലി നമ്മുടെ ലൈഫിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ബാങ്കിനുള്ളത്. അപ്പോൾ ഒരുപാട് റോളുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഫോസ്റ്ററിങ് സേവിങ്സ് ഹാബിറ്റ്. റോള് ജനങ്ങളുടെ സമ്പാദ്യശീലം വളർത്തുന്നു. നമ്മൾക്ക് ലഭിച്ച എല്ലാ ഏർണിങ്സും സ്പെൻഡ് ചെയ്യാതെ നമുക്കതിലെ ഒരു ഭാഗം സേവ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ബാങ്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ബാങ്ക് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളത് സേവ് ചെയ്യുന്നത്. അപ്പം ജനങ്ങൾക്ക് ഒരു സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്
ബാങ്കാണ്. അത് നല്ലൊരു കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സേവിങ്സ് ആവശ്യമാണ്. സേവിങ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നത്. സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നു. ആ ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ബാങ്കിൻ്റെ റോള് നിസ്തുലമാണ്. നെക്സ്റ്റ്, ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. അതായത് മോണിറ്ററി പോളിസി, അതായത് മോണിറ്റൈസേഷൻ നടത്താൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ മോണിറ്റൈസ് ചെയ്യുന്നതിന് ബാങ്ക് നല്ലൊരു റോള് ചെയ്യുന്നു. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കൃഷിയുടെ വികസനത്തിന് കർഷകർക്ക് വായ്പകൾ നൽകുന്നു. വിത്ത് വാങ്ങുന്നതിന്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് വാങ്ങുന്നതിന്, അതിൻ്റെ ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള വാങ്ങുന്നതിന്, ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനി പ്രയോഗത്തിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ഇപ്പോൾ സാധാരണ കൃഷി ഇറക്കുന്ന സമയത്ത് കർഷകന് സ്വന്തം കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് ബാങ്ക് സബ്സിഡിയോട് കൂടിയിട്ട് ധാരാളം പണം സഹായിക്കുന്നുണ്ട്. അതും ബാങ്കിൻ്റെ വലിയൊരു റോള് തന്നെയാണ്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലെ ബാങ്ക് വലിയൊരു പങ്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഹെൽപ്പിംഗ് ഇൻഡസ്ട്രി. വ്യവസായത്തെ സഹായിക്കുന്നു. വ്യവസായങ്ങൾക്ക് വൻകിട ലോണുകൾ, അതായത് ലോങ് ടേം ലോണുകളൊക്കെ നൽകിയിട്ട് വ്യവസായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ബാങ്ക് സേവനം ചെയ്യുന്നുണ്ട്. ഒരുപാട് IFC, ICIC ബാങ്കുകളൊക്കെ വ്യവസായികൾക്കും ധനസഹായം നൽകുന്നുണ്ട്. കാർഷിക ലോണുകൾ നൽകുന്നതാണ് നബാർഡ്, RRB തുടങ്ങിയൊക്കെ കാർഷിക ലോണുകൾ നൽകുന്നുണ്ട് കർഷകർക്ക്. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ബാങ്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. ബാങ്കിൽ തന്നെ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ബാങ്ക് മുഖാന്തരം ടെക്നീഷ്യന്മാരും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പേർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകൾ ഇതെല്ലാം ബാങ്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പങ്ക് ബാങ്കുകൾ ചെയ്യുന്നു. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് വികസിപ്പിക്കുന്നതിന് ബാങ്ക് നന്നായിട്ട് അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നു. ഒരു രാജ്യത്ത് വിദേശ രാജ്യവുമായിട്ട് വ്യാപാരം നടത്തണമെങ്കിൽ നമുക്ക് വിദേശ വിനിമയം ആവശ്യമാണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചും ബാങ്ക് മുഖാന്തരം നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തേക്ക് വരുവാനും ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ബാങ്കുകളാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ്, ബാലൻസ്ഡ് ഡെവലപ്മെന്റ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സന്തുലിതമായിട്ടുള്ള ഒരു വികസനം ആവശ്യമാണെങ്കിൽ ബാങ്കുകൾ ആവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഒരു എമിനന്റ് റോളാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെയ്യുന്നത്. സോ ബാങ്ക്സ് ആർ റിസർവോയർ ഓഫ് ദ ഇക്കോണമി. ഒരു രാജ്യത്തിന്റെ റിസർവോയർ ആണ് ബാങ്ക് എന്ന് നമുക്ക് പറയാം. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളിലും ബാങ്കിന്റെ പങ്ക് വളരെ വലിയതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഗോ ടു ദ ടോപ്പിക് കമേഴ്സ്യൽ ബാങ്ക്. എന്താണ് കമേഴ്സ്യൽ ബാങ്ക്? വാണിജ്യ ബാങ്ക്. കമേഴ്സ്യൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ. എന്താണ് വാണിജ്യ ബാങ്കുകൾ ചെയ്യുന്നത്? ബാങ്കുകൾ പണം സ്വീകരിക്കുകയും അതേപോലെ തന്നെ റിസീവിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ്, ലോണ് കൊടുക്കുകയും ചെയ്യുന്നു. പ്രധാനമായിട്ട് കമേഴ്സ്യൽ ബാങ്കിന് 2 ഫങ്ഷൻസ് ആണുള്ളത്. പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. പ്രാഥമിക ധർമ്മങ്ങളുണ്ട്, ദ്വിതീയ ധർമ്മങ്ങൾ. ഇപ്പോൾ റിസീവിംഗ്
ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ഇത് 4 രീതിയിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഫസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. സെക്കൻഡ്, സേവിങ്സ് ഡെപ്പോസിറ്റ്. തേർഡ്, കറന്റ് ഡെപ്പോസിറ്റ്. ഫോർത്ത്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ് ആണ് കൊമേഴ്സ്യൽ ബാങ്ക് റിസീവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ഗിവൺ പീരീഡിലേക്ക് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. മെച്യൂരിറ്റി പീരീഡിന് മുന്നേ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ പാടില്ല എന്നതാണ് ബാങ്കിന്റെ റൂള്. സർട്ടൻ ഒക്കേഷനിൽ അത് വിഡ്രോ ചെയ്യാനും സാധിക്കും. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നൽകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂരിറ്റിക്ക് മുന്നേ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാണ് കൊടുക്കാറ്. ഇതാണ് അതിന്റെ റൂള്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞു. മറ്റേ ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു കറന്റ് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും അതേപോലെ തന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റിനേക്കാളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. സെക്കൻഡ്, സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് സേവിങ്സ് ഹാബിറ്റ് കൂട്ടാനുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ്. അതാണ് ഒരു രീതിയാണ്. ജനങ്ങളുടെ കൈകളിൽ പണം അതായത് ദുരുപയോഗം ചെയ്യാതെ അവർക്ക് സേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അത്ര തന്നെ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. എന്നാലും ജനങ്ങളുടെ ഒരു എന്താ പറയുക സേവിങ്സ് ഹാബിറ്റ് ഉയർത്താം. ഈ സേവിങ്സ് തന്നെയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. അതും നമ്മുടെ അതായത് ഓരോ ഇക്കോണമിയിലേക്കും അത് വളരെ അനുയോജ്യമാണ്. തേർഡ്, കറന്റ് ഡെപ്പോസിറ്റ്. കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് അത് ഒരു അത്ര പീരിയഡ് ഒന്നും ഇല്ല, ഏത് സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. കൂടാതെ അത് വ്യവസായികളെ അതായത് ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഡെപ്പോസിറ്റ് ആണ് കറന്റ് ഡെപ്പോസിറ്റ്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇല്ല. കൂടാതെ ബിസിനസ്സുകാർക്ക് അത് ഒരു സേഫ് ആയിട്ട് ഏത് സമയത്തും ബിസിനസ്സുകാർക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പണത്തിന്റെ ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് കറന്റ് ഡെപ്പോസിറ്റ്. ഫോർത്ത് പോയിന്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് വെച്ചാൽ ഒരു ഗിവൻ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസങ്ങളിലും അടയ്ക്കാം എന്നുള്ള ഒരു ഉപാധിയോട് കൂടിയിട്ടുള്ള ഡെപ്പോസിറ്റ്. അതായത് ഒരു ഗിവൺ ഇയർ ഒരു 5 ഇയറിൽ ഓരോ മാസം ഇപ്പോൾ 1000 റുപ്പി പേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 1000 റുപ്പി തന്നെയാണ് 5 വർഷം ഓരോ മാസവും ഡെപ്പോസിറ്റ് ചെയ്ത്, അതിലെ മാറ്റം വരില്ല. ഇതാണ് റെക്കറിംഗ്. അത് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതാണ് നമ്മൾ ഇപ്പോൾ 4 ഡെപ്പോസിറ്റുകളെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഏതാ? ഫിക്സഡ് ഡെപ്പോസിറ്റ്. സെക്കൻഡ്, സേവിങ്സ് ഡെപ്പോസിറ്റ്. തേർഡ്, കറന്റ് ഡെപ്പോസിറ്റ്. ഫോർത്ത്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്താണ് മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ അതിൽ പറയുന്നത് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അല്ലെങ്കിൽ ലോൺ ലെൻഡിങ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോൺസ് ബാങ്ക് നൽകുന്നുണ്ട്. ലോണ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ബിൽ, ഷോർട്ട് ടേം കോൾ അറ്റ് ഷോർട്ട് ടേം ലോൺ എക്സെട്ര. ഫസ്റ്റ് ലോൺ. ലോൺ തന്നെ 2 ടൈപ്പാണ്. ടേം ലോണും അതുപോലെ തന്നെ ലോങ് ടേം ലോണും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ കൺസ്യൂമർ ലോണുകളുണ്ട്. കൺസ്യൂമർ ലോൺ എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൺസ്യൂമറിന്
നൽകുന്ന ലോണാണ് കൺസ്യൂമർ ലോൺ. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ബാങ്ക് ചെയ്യുന്ന ഒരു സേവനമാണ്. കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഒരു സേവനമാണ് ഓവർഡ്രാഫ്റ്റ്. അതായത് താൻ നിക്ഷേപിച്ച തുകയേക്കാൾ കൂടുതൽ പിൻവലിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക് നൽകുന്നതാണ് ഓവർഡ്രാഫ്റ്റ്. നമ്മുടെ ഡെപ്പോസിറ്റ് ബാങ്കിൽ ഉണ്ടായിരിക്കും, അതിനേക്കാൾ കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഓവർഡ്രാഫ്റ്റ്. അപ്പൊ താൻ നിക്ഷേപിച്ച തുകയേക്കാൾ അധികം പിൻവലിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. ചിലതരം ലോണുകളുണ്ട്. കോൾ അറ്റ് ഷോർട്ട് നോട്ടീസ്. ബാങ്ക് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് ലോൺ കൊടുക്കും. അത്ര കാലം അത് വെച്ചാൽ പെട്ടെന്ന് തിരിച്ചടവ് നടത്തേണ്ടി വരും. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ജനങ്ങളെ വിവരം അറിയിക്കും. അത് ആ സമയത്ത് 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ബാങ്കിലേക്ക് തിരിച്ചടവ് നടത്തണം. അതാണ് ബാങ്ക് കോൾ അറ്റ് ഷോർട്ട് നോട്ടീസ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാം. ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതായത് പൈസ ഉണ്ടാവില്ല, ബിസിനസ് നടത്തുന്ന സമയത്ത് കക്ഷികളുടെ കയ്യിലെ പണമില്ലാത്ത അവസരത്തിൽ ബില്ലുകളാണ് കൊടുക്കുക. 3 മാസത്തെ വാലിഡിറ്റി ആയിരിക്കും ഒരു ബില്ലിനുണ്ടാവുക. ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത പണം ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പണം കസ്റ്റമേഴ്സിന് നൽകും. അവർ അതിന് ഒരു ചെറിയ കമ്മീഷൻ ഈടാക്കുകയും ചെയ്യും. ഇതാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഇനി ബാങ്ക് അടുത്തൊരു ഫംഗ്ഷൻ ഏജൻസി ഫംഗ്ഷൻ സർവീസ് ചെയ്യുന്നുണ്ട്. ഏജന്റായിട്ട്, അതായത് ഒരുപാട് ഫങ്ഷൻസ്, ഇപ്പൊ ലോക്കർ ഫെസിലിറ്റീസ്, ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ വില കൂടിയ വസ്തുക്കളൊക്കെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാറുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് റോളുകൾ അല്ലെങ്കിൽ ഒരുപാട് സേവനങ്ങൾ ബാങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കുക. നോട്ട്സ് ടീച്ചറുടെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.